മരുഭൂമിയിൽ പൊന്നു വിളയിച്ച് വിജയം കൈവരിച്ചവരുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ 6 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് 6000 പേരിലേക്ക് പടർന്നു പന്തലിച്ച ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ കഥയാണ് ഇനി. അലിക്കൂട്ടായി ചേരും. പ്രവാസം തിരക്കുകളുടേത് മാത്രമാണെന്നും ഒന്നിനും സമയമില്ലെന്നും പരിതപിക്കുന്നവർക്ക് മുന്നിലാണ് ഒരു കൂട്ടായ്മ അതിനെ തിരുത്തി കുറിക്കുന്നത്. 6 പേരിൽ തുടങ്ങി 6000 പേരിലേക്ക് പടർന്ന് പന്തലിച്ച ഒമാൻ കൃഷിക്കൂട്ടം. എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളത് പോലെ ആ കൃഷി സ്നേഹികൾ ഇപ്രാവശ്യവും ഒത്തുകൂടി കൂട്ടായ്മയിലെ മികച്ച കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു. ഇത്രയേറെ ആളുകൾ ഈ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്നു, അവർ വിളവെടുക്കുന്നു, അവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി തന്നെ അവർ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയ കാര്യമാണ്. കേരളത്തിൽ പോലും പല ആൾക്കാർക്കും പറ്റാത്ത കാര്യമാണ് ഈ മരുഭൂമിയിൽ ഇവർ ചെയ്യുന്നത്. അതിന് ഒരു പ്രത്യേക അപ്രിസിയേഷനുണ്ട്. തുടങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു മാറ്റം അംഗങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുക എന്നതായിരുന്നു പലരുടെയും ലക്ഷ്യം. ഇന്ന് മസ്കറ്റ്, സോഹാർ, ബുറൈമി, സലാല എന്നിങ്ങനെ ഒമാന്റെ എല്ലാ ഭാഗങ്ങളിലും കൃഷിക്കൂട്ടം സജീവമാണ്. സ്ഥലപരിമിതി ഈ കർഷകർക്ക് ഒരു തടസ്സമേ അല്ല. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലും അടുക്കളയോട് ചേർന്ന് ചെറിയ ഇടങ്ങളിലും ഗ്രോ ബാഗുകളിലും ഇവർ 100 മേനി വിളയിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് എത്തിക്കുന്ന മികച്ച ഇനം വിത്തുകൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. സംശയങ്ങൾ തീർക്കാൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും വിദഗ്ധരടങ്ങിയ പാനലും എപ്പോഴും സജീവമാണ്. കൂടുതൽ സമയം എനിക്ക് താല്പര്യം കൃഷിയിലാണ്. പിന്നെ കൃഷിക്കൂട്ടത്തുനിന്ന് വിത്തുകളും എല്ലാം സമയമാകുമ്പോൾ നമ്മൾ പോയി മേടിച്ച് കൊണ്ടുവന്ന് വിത്തുകളെല്ലാം ഇട്ട് മുളപ്പിച്ച് ചെടിയൊക്കെ നടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കൃഷിക്കൂട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞു തരും. 10 വർഷമായിട്ട് ഞാനിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷി ചെയ്ത് അത് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒമാൻ കൃഷിക്കൂട്ടം എന്ന ഗ്രൂപ്പിലോട്ട് ആഡായത്. അതിനകത്ത് ആഡായിട്ട് 3 വർഷമായി. 3 വർഷമായി അവർ തരുന്ന ഒരു കാര്യങ്ങളും കൃഷിയുടെ കാര്യങ്ങളും ക്ലാസ്സുകളും കേട്ട് എല്ലാം പഠിച്ച് ഞാനങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒമാനിലെ ഓരോ സീസണിലും ഏതൊക്കെ വിളകൾ ഇറക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ വർഷത്തെ വിളവെടുപ്പ് ഉത്സവം മസ്കത്തിലെ വാദി കബീറിലെ മജൻ ഹൈറ്റ്സിലായിരുന്നു. നടൻ വിനോദ് കോവൂരാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയത്. ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ പ്രഥമ പ്രകൃതിമിത്ര പുരസ്കാരം ബിൻസി ജെയിംസിന് കൈമാറി. ഇവിടെ ഈ മരുഭൂമിയിൽ ഇത്രയും ആളുകൾ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തം ആവശ്യത്തിനും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ മണലാരണ്യത്തിലല്ലേ മണൽ മാത്രമേ കാണാനുള്ളൂ. ഒമാൻ കൃഷിക്കൂട്ടം ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ കർഷക മിത്ര അവാർഡ്. അത് ഏക മനസ്സോടെ എല്ലാവരും എന്നെ തന്നെ തിരഞ്ഞെടുത്ത് തന്നതിൽ ഒരുപാട് സന്തോഷം. ഒമാൻ കൃഷിക്കൂട്ടം തുടക്കം മുതൽ തന്നെ എല്ലാ വർഷവും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ അംഗങ്ങൾക്കും സൗജന്യമായി വിത്തുകൾ വിതരണം ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. ഒമാൻ കർഷക ശ്രീ പുരസ്കാരം അനിത അനിൽകുമാറിനും സമ്മാനിച്ചു. ബഹുമുഖ പ്രതിഭാ പുരസ്കാരത്തിന് ദിയ നായരാണ് അർഹയായത്. കഠിനാധ്വാനത്തിലൂടെ കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച കർഷകർക്കായി വിവിധ വിഭാഗങ്ങളിൽ സംഘടിപ്പിച്ച മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. വിഷമില്ലാത്ത പച്ചക്കറി എന്നതിലുപരി പ്രവാസ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാനും പുതിയ തലമുറയെ മണ്ണുമായി അടുപ്പിക്കാനും ഒമാൻ കൃഷിക്കൂട്ടത്തിന് സാധിക്കുന്നുണ്ട്. മരുഭൂമിയിലെ മണ്ണിലും കഠിനാധ്വാനവും സ്നേഹവും നൽകിയാൽ മികച്ചത് വിളയിക്കാമെന്ന് ഈ മലയാളികൾ ലോകത്തിന് കാണിച്ചു തരുന്നു.